ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് കരുതി വൈകുന്നേരം ആവോളം രാത്രി ആവോളം വിശേഷങ്ങളില്ല. നമുക്ക് രാവിലെ കുറച്ച് തിരക്ക് പിടിച്ചൊരു സമയം ഉണ്ടാവുമല്ലോ, ആ തിരക്ക് പിടിച്ച സമയത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ കടി പൂരിയാണ്. ഇവനും ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ തന്നെ പൂരി ഉണ്ടാക്കാൻ. അതിൻ്റെ മാവ് കിട്ടണം, ഓന് കുഴക്കാനും പരത്താനൊക്കെ അതിന് മാവ് കിട്ടണം. അതിന് വേണ്ടി പാത്രം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ലാസ്റ്റ് ഒരു ഉരുള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊണ്ട് പോയി. ഓന് പരിപാടി ഇതാണ്. ഓന് ചപ്പാത്തി ഉണ്ടാക്കലും കുഴക്കലൊക്കെ ആയിട്ട് ഇവിടെ പരിപാടി ഉണ്ട്. അപ്പോൾ വേഗം തന്നെ പൂരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. പൂരിക്ക് അപ്പം മുട്ടക്കറി ആയിട്ട് വെക്കണില്ല, മുട്ട പീങ്ങിക്കാണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടി അതിക്കൊന്ന് മുറിച്ചിട്ട് കണ്ടുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. ഓൻ്റെ ചപ്പാത്തി പരത്തൽ കഴിഞ്ഞപ്പോൾ ചുടാനായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കണം കേട്ടോ. ഓനൊരു പൂരി മെല്ലെ പാത്രത്തിൽ ഇട്ടെടുത്ത് ഓനെ മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കിയിരിക്കണം കേട്ടോ. അല്ല ഞാൻ അപ്പോൾ അത് ചുട്ടെടുത്ത് മുഴുവനാവില്ല. പൂരിയൊക്കെ നമ്മളിവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിരിക്കണ്. ഇനി ഇതിലേക്കുള്ള ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കാനുണ്ട്. അതിന് നമ്മൾ നേരത്തെ മുട്ട പീങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കി മുട്ടയ്ക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മിറ്റടിച്ച് തരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ആദ്യം മിറ്റടിച്ച് തരും കേട്ടോ. ഇന്നിപ്പോൾ ചായയും കടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ മിറ്റടിച്ച് തരാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നന്നായിട്ട് വെയിൽ ചൂടായിട്ടുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു വെയിലിന്. ഒരുപാട് സമയമൊന്നും ആയിട്ടില്ലെങ്കിലും ഉള്ളത് നല്ല ചൂടുള്ള വെയിൽ തന്നെയായിരുന്നു. മുറ്റം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് മുറ്റം ഇങ്ങനെ വൃത്തിയിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ, ഒരു തരി പോലും ഇല്ല അല്ലേ. ഇത് കുറച്ച് സമയത്തിന് എങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, അപ്പോഴത്തിന് ഇലകളൊക്കെ കൊയ്യാൻ തുടങ്ങും. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഊഞ്ഞാലടിക്കാണ്ട് സ്കൂൾക്ക് കൂട്ടാൻ ഉരുളങ്കിഴങ്ങ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇടയിൽ ഓള് മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തിന് ഉരുളങ്കിഴങ്ങൊക്കെ പൊരിച്ച് ഒരാൾ സ്കൂൾക്ക് പോകലായി. എല്ലാവരും സ്കൂൾക്ക് പോണ ടൈമാണല്ലോ, ഇളച്ചൻ്റെ കുട്ടി അതാ പോണേ. അപ്പോൾ പിന്നെ ഓളി ഒരുക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ പാടെ എടുക്കുമ്പോഴത്തേന് സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഓളി ഒരുക്കിയിട്ട് ഓള് വണ്ടി കയറ്റാനായിട്ട് പോവുകയാണ് ഞാൻ. ഓള് വണ്ടി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് നേരം അവിടെ എല്ലാവരും കണ്ടൊന്ന് വർത്താനം പറഞ്ഞൊക്കെ ഒന്ന് നിൽക്കും കേട്ടോ. ഈ ഒരു സമയത്ത് മാത്രമാണ് അയൽവാസികളൊന്നൊക്കെ കാണട്ടോ. ഇവന് പിന്നെ ആരുടെങ്കിലും വണ്ടി ഒന്ന് കണ്ട അപ്പം അയിമലൊന്ന് കയറണം കേട്ടോ. അപ്പം നിസാറാപ്പാൻ്റെ വണ്ടി ഉണ്ട് പറഞ്ഞാൽ അയിമലൊന്ന് കയറി. ഓലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം കേട്ടോ ഞാൻ ചായ കുടിക്കുക. അതും കഴിഞ്ഞ് വേഗം തിരുമ്പാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ നല്ല വെയിലുള്ള ദിവസമാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ തിരുമ്പാനിട്ടു. എന്നിട്ട് ബാക്കി പണിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. തിരുമ്പൽ കഴിഞ്ഞ് മെഷീനിൽ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണക്കി എടുത്തിട്ടോ, എന്നാൽ പെട്ടെന്ന് വേഗം ഉണങ്ങി എടുത്തേക്കാലോ എന്ന് വിചാരിച്ചിട്ട് മെഷീനിലിട്ടൊന്ന് ഉണക്കിയെടുത്താൽ പിന്നെ കുറച്ച് സമയം കൊണ്ട് ഉണങ്ങിയെടുത്തേക്കാലോ എന്ന് വിചാരിച്ച് അത് തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ തിരുമ്പണ പരിപാടി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തൊരുപാട് ജോലികളുണ്ട്. അവരൊക്കെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. ആകെ പരന്ന് കിടക്കേ. കാരണം ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം, എന്നിട്ട് ഒന്ന് അടിച്ചു വാരി ഇടണം, എന്നിട്ട് വേണം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ലാസ്റ്റ് തുടക്കമുള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ പണി ഇതാണ് കേട്ടോ, ഈ ഇടയ്ക്ക് പെറുക്കി വെക്കൽ. ഒരു ഫോണിൻ്റെ ഇടയ്ക്ക് ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. ഈ പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇടണേ. എൻ്റെ കൂടെ തന്നെ ടുട്ടുണ്ട് കേട്ടോ. എല്ലാ പണിക്കും ഓനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓനെ വീഡിയോയിൽ കാണിക്കാത്തതാണ്. താത്താരും കാക്കാരൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഞാനും ഓനും ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഓൻ എൻ്റെ വെയ്ത്താൽ അങ്ങനെ നടക്കും കേട്ടോ. ഓല് പോയി കഴിഞ്ഞാൽ തന്നെ ഓനിങ്ങനെ ഒരു കരച്ചിലാണ്, എൻ്റെ വേക്കിൽ കൂടെ ഇങ്ങനെ നടക്കും. ഓനാരും ഇല്ലല്ലോ കളിക്കാൻ. അപ്പോൾ പിന്നെ അകൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചുകൊണ്ട് ചോറും കൂട്ടാനും ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങാക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കണ്ട് 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഉപ്പേരിക്കായിട്ട്. അതൊന്ന് ഉപ്പേരി വെച്ച് കണ്ട് എടുക്കണം. ബീട്രൂട്ട് അവിടെ നുറുക്കി വെച്ച് കണ്ട് നമ്മൾ കുമ്പളങ്ങ കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. തൈര് തേങ്ങയും കൂടിയാണ് കേട്ടോ ഞാൻ കുമ്പളങ്ങ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് പകരം തൈരാണ് അവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിക്ക് കുറച്ച് തേങ്ങ ചെരുവതും ഒക്കെ ഒന്ന് ചതച്ചിട്ട് കണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ഉണ്ടാക്കാനുള്ള ചിക്കനാണ്, അതൊന്ന് വെള്ളമില്ലാതെ വരട്ടിയെടുത്തിട്ടുണ്ട്.
എന്നിട്ട് പിന്നെ വേഗം അടിച്ചു വരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അടുക്കിപ്പെറുക്കലൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇനി അടിച്ചു വാരി തുടച്ചിടണം. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ടുട്ടുവിന് കഞ്ഞി എടുത്തുകൊണ്ട് ഉറക്കാനൊക്കെ. എന്നാലേ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് എനിക്ക് വന്നിരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ ഇവിടെ വേഗം തീർക്കുകയാണ്. ഫോണ് കണ്ടാൽ ഓന് വേണം കേട്ടോ, വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. എങ്ങനെയൊക്കെ കുറച്ച് ക്ലിപ്പ് ഇവിടെ എടുത്ത് വെച്ചതാണ്. ഫോണെടുത്ത് ഓടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അവിടുന്ന് വാങ്ങി വെക്കുന്നുണ്ട്. അങ്ങനെ തുടക്കലും കഴിഞ്ഞ് ഒക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിട്ട് വരുവോളം ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഓല് സ്കൂളിട്ട് വന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, പിന്നെ ആകെ പരത്തും. ഇനി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്കും വേണം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് വേണം കുറച്ച് നേരം ഒന്ന് കിടക്കാൻ. ഉറങ്ങൊന്നുമില്ല കേട്ടോ, ഉച്ചക്ക് ഉറങ്ങണ ശീലമൊന്നും എനിക്കില്ല. എന്നാലും വെറുതെ ഒന്ന് കിടക്കും, ഫോണുമ്മലൊക്കെ ഒന്ന് തോണ്ടി വെറുതെ ഒന്ന് കിടക്കും. കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.